പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
മുന്നിൽ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായ നീക്കും. വിശുദ്ധരിൽ സമയനായി വസിക്കുന്ന പരിശുദ്ധനും സുധീരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായ നീക്കും.
ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയുമായ അവരുടെ രീതികൾ എത്ര ചെയ്യും, അവരുടെ മാറ്റങ്ങൾ എത്ര രൂപീകരണം. എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിയാതെ അവിടത്തേക്ക് ഉപദേഷ്ടമായതായി തിരിച്ചു കിട്ടാനായി അവിടത്തേക്ക് ദാനം കൊടുക്കുന്നതിനായി. എന്തെന്നാൽ എല്ലാം അവിടുന്ന് നിന്ന് അവിടുന്ന് വഴി അവിടത്തേക്ക് എന്നേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ആദ്യ സഹോദരനെ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുകയും ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രകൃത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും ദൈവികവും എന്തെന്നും നല്ലതും പ്രീതിശകരവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നു. പരിശുദ്ധ സുവിശേഷം 2-ാം മുതലുള്ള തിരുവചനങ്ങൾ. ശിശുവിന് പരിശീലനത്തിലുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവൻ നൽകി. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. കഠിനപുത്രന്മാരൊക്കെ കർത്താവിന് പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയും 2 പ്രാവ്യ കുഞ്ഞുങ്ങളെയും ബലിയർപ്പിക്കണമെന്നും കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിൽ ജെറൂസലേമിൽ പോയിരുന്നു. അവർ 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവർ യാത്രാസംഘത്തിനെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളെ പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാണ്. യേശുവിനെ തിരക്കി അവർ ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവർ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകൻ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ പിതാവ് ഞാൻ ഉത്കണ്ഠയോടുകൂടി നീ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. തിരുകുടുംബമാകുവാൻ
ദൈവാനുഭവത്തിൽ വളർത്തുക, വളരുക. ഈശ്വരനായ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്നത്തെ പത്രമാധ്യമങ്ങളുടെ ഏറ്റവും വലിയ തലക്കെട്ട് വെനസ്വേലയും പ്രസിഡന്റിനെയും ഭാര്യയെ രാജ്യത്ത് അതിക്രമിച്ചു കയറി അമേരിക്ക റാഞ്ചിക്കൊണ്ടുപോയി എന്നതാണ്. നമ്മുടെ ആരുടെയും ആരുടെയും മക്കൾ തിരുനാൾ സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകും. എൻ്റെ മകനെ റാഞ്ചിക്കൊണ്ടുപോയി എന്ന് പരാതി കൊടുക്കും, തട്ടിക്കൊണ്ടുപോയി എന്ന് പരാതി കൊടുക്കും. അപ്രകാരമുള്ള ഒരു പ്രമേയമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കുക, കുടുംബങ്ങളിൽ പതിവുകളുണ്ടാകണം. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ചില പതിവുകളുണ്ടായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കൃത്യമായി പാലിക്കുന്ന ഒരു കുടുംബമായിരുന്നു നസ്രത്തിലെ തിരുക്കുടുംബം. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ ചില പതിവുകളുണ്ടായിരുന്നു. ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്ന ഒരു കുടുംബമാണ്. കൂട്ടിച്ചേർക്കുകയാണ്. പതിവനുസരിച്ച് അവർ 12 വയസ്സായപ്പോൾ അവർ തിരുനാളിന് പോയി എന്ന്. അത് നസ്രത്തിൽ തിരുക്കുടുംബത്തിലെ പതിവാണ്. ആ പതിവിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും, അത് ഒന്നിച്ചു പോകുന്ന ഒരു പതിവാണ്. ആണ്ടുതോറും പോകുന്ന ഒരു പതിവാണ്. യാത്രാ സംഘത്തിന്റെ കൂടെ പോകുന്ന ഒരു പതിവാണ്. തീർച്ചയായും സുവിശേഷങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്രകാരം ചില പതിവുകൾ നമ്മുടെ കുടുംബത്തിൽ വളർത്തുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം തിരുക്കുടുംബമായി മാറുക. അത് പ്രാർത്ഥിക്കുന്ന കുടുംബമാകുമ്പോൾ, അത് ബലിയർപ്പിക്കുന്ന പതിവുണ്ടാകുമ്പോൾ, അത് ധ്യാനം കൂടുവാനായിട്ട് പോകുവാനായി സാധിക്കുമ്പോൾ, ചിലപ്പോൾ അത് തിരുനാളുകൾക്കായിട്ട് ഒന്നിച്ചു പോകുന്നതായിരിക്കാം, തീർത്ഥാടനങ്ങൾക്കായിട്ട് പോകുന്നതായിരിക്കാം. അത് ചിലപ്പോൾ കുടുംബത്തിന്റെ സന്തോഷത്തിനായിട്ട് ഒരു പിക്നിക്കിനായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമയ്ക്കായിട്ടോ പോകുന്ന പതിവായിരിക്കാം. അത് ചിലപ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു പതിവായിരിക്കാം. ഇപ്രകാരം ചില പതിവുകൾ, അത് ചിലപ്പോൾ സ്തുതി കൊടുക്കുന്ന പതിവായിരിക്കാം. ഇത്തരം ചില പതിവുകൾ വളർത്തുവാനായി നമുക്ക് സാധിക്കണമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്രകാരം പതിവുകൾ, നല്ല പതിവുകൾ ഉണ്ടാകുമ്പോഴാണ് സ്നേഹിക്കുന്ന, പങ്കുവയ്ക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന പതിവുകൾ വളർത്തുവാനായി സാധിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബവും നസ്രത്തിലെ തിരുക്കുടുംബം പോലെ വളരുക. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച ഒരു കുടുംബമായിരുന്നു നസ്രത്തിലെ തിരുക്കുടുംബം. തീർച്ചയായും എന്തുകൊണ്ടാണ് മകൻ നഷ്ടപ്പെട്ടു പോയത് എന്ന് ചിന്തിച്ചാൽ, യൗസപിതാവും മാതാവും യാത്രാ സംഘത്തിൽ വിശ്വസിക്കുക. തീർച്ചയായും വലിയ ബന്ധങ്ങൾ, ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ, മിത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച ഒരു കുടുംബമാണ് നസ്രത്തിലെ തിരുക്കുടുംബം. അതുകൊണ്ട് തന്നെ മകനെ കാണാതായപ്പോൾ അവരുടെ ചിന്തയിലേക്ക് വരികയാണ്, അവൻ യാത്രാ സംഘത്തിന്റെ കൂടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബന്ധുക്കളുടെ ഇടയിൽ അന്വേഷിച്ചത്, അതുകൊണ്ട് തന്നെയാണ് മിത്രങ്ങളുടെ ഇടയിൽ അന്വേഷിച്ചത്. അവിടെ കാണാതായപ്പോഴാണ് തിരിച്ച് ജെറുസലേമിലേക്ക് അവർ യാത്രയായത്. മറ്റൊരു വാക്യം പറഞ്ഞ് അവർ ഒരു വലിയ ബന്ധം കാത്തു സൂക്ഷിച്ച കുടുംബമായിരുന്നു എന്ന് കാണുവാനായി സാധിക്കും. അത് സുവിശേഷത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായി സാധിക്കും. എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് തിടുക്കത്തിൽ പോകുന്ന പരിശുദ്ധാമ്മ ബന്ധം കാത്തു സൂക്ഷിച്ചതിന്റെ അടയാളമാണ്. കാനാനിൽ കല്യാണം വരുന്നത് അവിടെ വീട്ടിൽ നിന്ന് പോയപ്പോൾ മറ്റാരും പറയുന്നതിന് മുമ്പ് അറിഞ്ഞ പരിശുദ്ധാമ്മ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചതിന്റെ അടയാളമാണ്. ശിഷ്യന്മാരെ കൂട്ടിക്കിടക്കുന്ന പരിശുദ്ധാമ്മ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചതിന്റെ അടയാളമാണ്. അങ്ങനെ ഒത്തിരിയേറെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു കുടുംബമായിരുന്നു തിരുക്കുടുംബം. അതുപോലെ തന്നെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, കുടുംബം തിരുക്കുടുംബമായി തീരുവാനായിട്ട്, ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം.
അതോടൊപ്പം തന്നെ സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്, നല്ല മക്കൾ വളരുവാനായിട്ട്, വളർത്തു തുടങ്ങാനിരിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ നല്ല പതിവുകൾ കുടുംബത്തിലുണ്ടായിരിക്കണം. സുഭാഷിതന്റെ പുസ്തകം 22-ാം അധ്യായം 6-ാം വചനം ഇപ്രകാരം പറയുകയാണ്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിക്കാതെ മക്കൾ യാത്ര ചെയ്യരുത്. ചെറുപ്പത്തിൽ തന്നെ മക്കളെ പഠിപ്പിക്കുന്ന ശീലങ്ങളായിട്ട് അവർ വലിപ്പത്തിൽ കാണിക്കുക. അപ്രകാരം യേശുവിനെ ചെറുപ്പത്തിൽ തന്നെ ചില ശീലങ്ങളിലൂടെ കൊണ്ടുപോയി എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. ആണ്ടുതോറും പെസഹ തിരുനാളിന് പോയിരുന്നു. അതോട് തന്നെ വഴിതെറ്റി പോയപ്പോ അവൻ അസ്വസ്ഥനാകുകയല്ല, മറിച്ച് ഞാൻ ഏറ്റവും സേഫായ, ഞാൻ ഏറ്റവും സുരക്ഷിതമായ ഇടത്തിലേക്ക് അവൻ ചേക്കേറുകയാണ്. ദേവാലയത്തിൽ പുരോഹിതന്മാരോടൊപ്പം ജ്ഞാനികളോടൊപ്പം അവൻ ആയിരിക്കുകയാണ്. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നല്ല നിലയിൽ മക്കൾ വളരുവാനായി സാധിക്കണമെങ്കിൽ ആ മക്കളെ നല്ല ശീലങ്ങൾ വളർത്തുവാനായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സുവിശേഷം വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ്, അവൻ ദേവാലയത്തിൽ കണ്ടെത്തിയെന്ന് മാത്രമല്ല, അവൻ എപ്രകാരം വളർന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു. അവന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു, ഞാൻ ആരാണ് എന്ന ബോധ്യം, എന്റെ ദൗത്യം എന്താണ് എന്ന ബോധ്യവും അവനുണ്ടായിരുന്നു. ആ ബോധ്യവും അവൻ പങ്കുവയ്ക്കുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും. ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് വ്യക്തമായ ബോധ്യത്തോടുള്ള ഉത്തരമാണ് അവൻ നൽകുക. അതോടൊപ്പം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഒരു മനസ്സുമായി മുന്നേറുന്ന തിരുക്കുടുംബം മകനെ അന്വേഷിച്ച് സാധാരണഗതിയിൽ പരസ്പരം പഠിച്ചാലും ഭാര്യയും ഭർത്താവും നീ നോക്കേണ്ടതല്ലേ, അങ്ങ് നോക്കേണ്ടതല്ലേ, എന്നാൽ ഒരു മനസ്സോടുകൂടി അവർ മുന്നേറുകയാണ്. അതോടൊപ്പം തന്നെ സുവിശേഷം കൂട്ടിച്ചേർക്കുകയാണ്, അവന് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കുമ്പോഴും അവൻ മാതാപിതാക്കന്മാർക്ക് വിധേയനായി വളർന്നു വീണ്ടും. ചുരുക്കത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും, ദൈവാനുഭവത്തിൽ വളരുമ്പോൾ നമ്മുടെ കുടുംബം തിരുക്കുടുംബമായി മാറും. ദൈവാനുഭവത്തിൽ വളരുവാനായിട്ട്, ദൈവാനുഭവത്തിൽ വളർത്തുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സമാധാന പ്രദേശം നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, പാപമൂലം അടയപ്പെട്ട പ്രതീക്ഷയുടെ മനുഷ്യർ ശരീരമെടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അങ്ങയുടെ പ്രിയശുദ്ധനായ ദൈവമേ, തന്റെ ഏകജാതനെ വിശ്വസിക്കുന്നവരായി നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവനെ നൽകാൻ തക്കവിധം ലോകത്തെ മാത്രം സ്നേഹിച്ച ദൈവമേ, ദാസരൂപം ധരിച്ച് കാലത്തിൽ പിറന്ന വിശുദ്ധൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ, വിശുദ്ധയുടെ സൗമ്യമായ ഞങ്ങളുടെ പരിശുദ്ധാവും ആത്മീയ പരിധാനം മാതാപിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപതാവശ്യമായ ജോസഫിനെയും മറ്റെല്ലാ തലന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ, നമുക്കെല്ലാവർക്കും നമ്മയും നാമോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. തനിക്ക് വാസമുണ്ടെങ്കിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കരാകളികളെ
എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി മുക്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് അന്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാവിൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിൽ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരമായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആഹാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ
ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ളവരെ പ്രത്യാശയും അവയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ മതിച്ച് സ്വർഗരാജ്യത്തിൽ നമുക്കായി ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാമെന്റെ അപരാധങ്ങൾ സദയം നാഥാ പൊറുക്കേണമേ. എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Come
വിശ്വാസത്തോടുകൂടി അവിടെ വെച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം
അറിയിപ്പുകൾ. കൈകാര്യത്തെ സ്വർണ്ണ കാഴ്ച 6773 രൂപ, ഹിരികുമായ 3218 രൂപ, സെന്റ് അൽഫോൺസസ് മാസ്റ്റർ കുതിരത്തിൽ കാഴ്ച 730 രൂപ, 5ാം ക്ലാസ് വിദ്യാർത്ഥിയും മാതാപിതാക്കളും അധ്യാപകരും 710 രൂപ, സെന്റ് ജോസഫ് ഉൾവി യൂണിറ്റി 4 മണിക്ക്, ബിബിൻ ഫ്രാൻസിസ് മാലിയപ്പുഴയിലെ വസതിയിൽ വെച്ചും, സെന്റ് മേരീസ് ഉൾവി യൂണിറ്റി 5 മണിക്ക് കിഴക്കുവഴി വീട്ടിൽ സിബിയുടെ വസതിയിൽ വെച്ചും സമ്മേളിക്കുന്നതാണ്. ഈ കുർബാനയിലുള്ള സെൻട്രൽ കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. അടുത്ത ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. സെമിത്തേരി നിർമ്മാണം ഓഹരി നൽകാത്ത എല്ലാ കുടുംബങ്ങളും എത്രയും വേഗം തരണമെന്ന് തീർക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഒരു രൂപ തരാത്ത കുടുംബങ്ങളും ഇപ്പോഴുമുണ്ട്. നമുക്ക് ചിലരെയും സംശയം ഉണ്ടാകും, തന്നിരിക്കുന്ന ലിസ്റ്റ് ഉടനെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അടുത്ത ഞായറാഴ്ച മാർച്ച് 19 വിശ്വാസ പിതാവിനെ ഊർത്തിരുന്നാളിനെ കുറിച്ച് ആലോചിക്കുന്നതിന് ഭാരവാഹികളെ നേരിടുന്നതുമായിട്ട് ആദ്യ കുർബാനയ്ക്ക് ശേഷം യോഗം കൂടുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ എല്ലാവർക്കും എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കടകളുടെ മോചനത്തിനായ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലതിനെയും നാഥായിക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെടലാകട്ടെ. സകലത്തിനെയും നാഥായി നീക്കും. മൃതിയുടെ നിഴലിൽ കൂരിരുളിൽ കഴിയും മാനവ വംശത്തിൽ ഉദയം ചെയ്ത മഹോന്നതനാം സത്യപ്രഭയെ വാഴ്ത്തിടുവിൻ. ജീവിതവീതിയിൽ എന്നാളും കർത്താവീശോ മിശിഹായേ കണ്ടെത്താനായി തേടിടുവിൻ. സാമോദം കൈക്കൊണ്ടിടുവിൻ. ഉലകിൻ പ്രഭയാം മിശിഹായേ രക്ഷകനും തിരുനാഥനുമായി ജനതകളൊന്നായി ഘോഷിക്കാം. സത്കൃത്യങ്ങൾ ചെയ്തിടുവിൻ. ശിവനും തിരു സ്ലീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ